നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ ഏജൻസികളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് AI പുതിയ നീക്കവുമായി കുവൈത്ത്. കുവൈത്തിൽ ഹൃദ്രോഗം മൂലം മരിക്കുന്നവരിൽ 71% പേരും പ്രവാസികൾ. ജോയി ആലുക്കാസ് എക്സ്ചേഞ്ച് പുതിയ ബ്രാഞ്ച് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ തുറന്നു. അജ്മാനിൽ ടാക്സി നിരക്കുകൾ കുറച്ചു. വേൾഡ് മലയാളി കൗൺസിൽ അബുദാബി ഓണാഘോഷം. വടകര NRI ഫോറം പെയിന്റിംഗ് മത്സരം നടത്തുന്നു. അബുദാബി കിരീടാവകാശി ഔദ്യോഗിക സന്ദർശനത്തിനായി ഖത്തറിലെത്തി. സർക്കാർ ഏജൻസികളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് AI പുതിയ നീക്കവുമായി കുവൈത്ത്. സർക്കാർ ഏജൻസികളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രാലയങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്താൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി സർക്കാർ ഏജൻസികളിലെ ഡിപ്പാർട്ട്മെന്റ് മാനേജർമാർ, സൂപ്പർവൈസേഴ്സ്, ഇടത്തരം ജീവനക്കാർ എന്നിവർക്ക് സിവിൽ സർവീസ് കമ്മീഷൻ പരിശീലനം നൽകും. ഭരണപരമായ തീരുമാനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൽ AI പ്രാധാന്യത്തെക്കുറിച്ചും ഡേറ്റാ വിശകലനം, വെല്ലുവിളികളെയും തടസ്സങ്ങളെയും എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന നിലയിൽ ജീവനക്കാരെ ബോധവൽക്കരിക്കാനാണ് ഈ പരിശീലന സംരംഭം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ ഹൃദ്രോഗം മൂലം മരിക്കുന്നവരിൽ 71% പേരും പ്രവാസികൾ. കുവൈത്തിൽ ഹൃദ്രോഗം മൂലം മരിക്കുന്നവരിൽ 71% പേരും പ്രവാസികൾ. കുവൈത്തിലെ ഹൃദ്രോഗങ്ങൾ എന്ന പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 15 മാസ കാലയളവിൽ രാജ്യത്ത് 7602 പേർ ഹൃദ്രോഗം ബാധിച്ച് മരിച്ചു. പുരുഷന്മാരിൽ ഹൃദ്രോഗ സാധ്യത സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതലാണ്. 82% കേസുകളിലും പുരുഷന്മാരാണ് ഹൃദ്രോഗം മൂലം മരിച്ചത്. പ്രമേഹം, പുകവലി എന്നിവ ഹൃദ്രോഗത്തിന് പ്രധാന സാധ്യതാ ഘടകങ്ങളാണെന്നും പഠനം കണ്ടെത്തിയിട്ടുണ്ട്. 5396 പ്രവാസികളാണ് 2023 മെയ് 15 മുതൽ 2024 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഹൃദ്രോഗം മൂലം മരിച്ചത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ് സിറ്റി. ജോയി ആലുക്കാസ് എക്സ്ചേഞ്ച് പുതിയ ബ്രാഞ്ച് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ തുറന്നു. രാജ്യത്തെ പ്രമുഖ ധനവിനിമയ ഇടപാട് സ്ഥാപനമായ ജോയി ആലുക്കാസ് എക്സ്ചേഞ്ചിന്റെ ഒമാനിലെ 44ാമത്തെ ബ്രാഞ്ച് അമീറാത്തിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. ജനറൽ മാനേജർ നിക്സൺ ബേബി ഉദ്ഘാടനം ചെയ്തു. ജോയി ആലുക്കാസ് എക്സ്ചേഞ്ചിന്റെ അമീറാത്തിലെ 4ാമത്തെ ബ്രാഞ്ച് കൂടിയാണിത്. മസ്കത്ത് ഗവർണറേറ്റിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന അമീറാത്തിലെ സാധാരണക്കാരായ വിദേശ തൊഴിലാളികളാണ് ഏറെയും ഉള്ളത്. അവരുടെ സൗകര്യത്തിനാണ് 4ാമതൊരു ബ്രാഞ്ച് കൂടി ആരംഭിച്ചതെന്നും മറ്റു ബ്രാഞ്ചുകളിൽ ലഭിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഇവിടെയും ലഭിക്കുമെന്നും നിക്സൺ ബേബി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കത്ത്. അജ്മാനിൽ ടാക്സി നിരക്കുകൾ കുറച്ചു. ഇന്ധനവില കുറഞ്ഞതോടെ അജ്മാനിൽ ടാക്സി നിരക്കുകൾ കുറച്ചു. അജ്മാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ടാക്സി നിരക്കിളവ് പ്രഖ്യാപിച്ചത്. ടാക്സി യാത്രക്കാർക്ക് കിലോമീറ്ററിന് 1.75 ദിർഹമായിരിക്കും നിരക്ക്. കഴിഞ്ഞ മാസം കിലോമീറ്ററിന് 1.80 ദിർഹമായിരുന്നു. കഴിഞ്ഞ മാസത്തെ നിരക്കിനേക്കാൾ 5 ഫിൽസ് ആണ് കുറഞ്ഞതെന്ന് അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. തുടർച്ചയായ 2ാം മാസമാണ് ടാക്സി നിരക്കിൽ കുറവ് വരുന്നത്. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ധനവില പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അജ്മാൻ. വേൾഡ് മലയാളി കൗൺസിൽ അബുദാബി ഓണാഘോഷം. വേൾഡ് മലയാളി കൗൺസിൽ അബുദാബി പ്രോവിൻസ് ഓണാഘോഷം നടത്തി. WMC NRK ഫോറം പ്രസിഡന്റ് EA ഹക്കീം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷെരീഫ്, സെക്രട്ടറി ഇഗ്നീഷ്യസ്, ഷിജു പ്രിയേടം എന്നിവർ പ്രസംഗിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മുൻ പ്രവാസിക്ക് വീട് വെച്ചു കൊടുക്കാനും വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് 14 വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിയിൽ ഭാഗമാകാനും തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. വടകര NRI ഫോറം പെയിന്റിംഗ് മത്സരം നടത്തുന്നു. 20ാം വാർഷികം ആഘോഷിക്കുന്ന വടകര NRI ഫോറം അബുദാബി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ഡ്രോയിങ്, പെയിന്റിംഗ് മത്സരം നടത്തുന്നു. ഒക്ടോബർ 5 വൈകിട്ട് 4 മുസഫ മില്ലേനിയം ആശുപത്രി ഹാളിലാണ് പരിപാടി. 6 വയസ്സിൽ താഴെ, 6 മുതൽ 12 വയസ്സ്, 12 മുതൽ 18 വയസ്സ് എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. അബുദാബി കിരീടാവകാശി
അവകാശി ഔദ്യോഗിക സന്ദർശനത്തിനായി ഖത്തറിലെത്തി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ഖത്തറിലെത്തി. ദോഹ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഖത്തർ ഉപഭരണാധികാരി അബ്ദുള്ള ബിൻ ഹമദ് അൽ താനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. സന്ദർശന വേളയിൽ ഷെയ്ഖ് ഖാലിദ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായും ഒട്ടേറെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.